പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രശ്മിയാണേ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്. വേനൽക്കാലത്തെ മഴേനി മഴക്കാലത്തെ വെയിലിന് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവൂല അല്ലേ. അപ്പോൾ അങ്ങനെ നട്ടാറ വേനൽക്കാലത്ത് കിട്ടിയ വേനൽ മഴയെ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് നമ്മളിവിടെ കേട്ടോ. ഏട്ടനിതാ ട്രിപ്പ് കഴിഞ്ഞിങ്ങോട്ട് വന്നേ ഉള്ളൂ കേട്ടോ. നല്ല മഴ തിമിർത്ത് പെയ്യല്ലേ. അപ്പം ഞാനും അച്ഛൻ ചോദിക്കായിരുന്നു, മഴയൊക്കെ പെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ ചൂടുള്ള വല്ല പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടോ. എത്തിമ്പാളി നോക്കി ഒരു കവറും കയ്യിലില്ല. കയറിപ്പൊക്കോളും തള്ളിമാനും ഞാൻ എൻ്റെ വണ്ടി ആ ഡാർപ്പായുടെ ചോട്ടിക്ക് നിർത്തട്ടെ എന്നും പറഞ്ഞിട്ട് മൂപ്പര വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ഡാർപ്പായയിലൊക്കെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൂന മാറി വെള്ളം കെട്ടി നിൽക്കുകയാണ്. നമ്മളിത് വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജസ്റ്റ് ചായച്ച് കെട്ടിയല്ലേ, നെല്ലം പോലെ ഒന്നും കെട്ടിയിട്ടില്ലല്ലോ. അപ്പം നിറച്ച് വെള്ളം കെട്ടിയതേ അതിനി തള്ളി അപ്പുറത്തേക്ക് മറിച്ചിട്ടില്ലെങ്കിൽ ഡാർപ്പായ പൊട്ടും. അപ്പം അതൊന്ന് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ മെനക്കെടുകയാണ്. കുറച്ച് ദിവസമായിട്ട് അടയിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാറിലും കെട്ടലൊക്കെ വരലുണ്ട് എന്നല്ലാണ്ട് മഴയുടെ കോളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇന്നും കൂടെ ഉച്ച വരത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഒരു പെരിഞ്ചാതി മഴയാണ്. ഏട്ടൻ പറയുന്നുണ്ട് വെയിലും ചൂടൊക്കെ കൊണ്ടിട്ട് ഒന്ന് കുളിച്ചാൽ മതി വീട്ടിൽ ചെന്ന് ഓർത്തതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, മേലൊക്കെ ആകെ നനങ്ങി ഏകദേശം ഒരു കുളി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്കുള്ളൊരു കൊടുങ്കാറ്റും വീശിയിട്ടോ. ഇടിവെട്ടലും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. ടിവിയുടെ വയറും മിഷീൻ്റെ വയറൊക്കെ നമ്മൾ മണ്ടി ചെന്ന് ഓടി വലിച്ചിട്ടുണ്ട്. പേടിയല്ലേ, നമ്മുടെ കഷ്ടകാലത്തിന് അതൊക്കെ അടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയുടെ അർപ്പായുടെ ചോട്ടിലേക്ക് നീക്കി നിർത്തുകയാണേ. അപ്പോൾ നമ്മുടെ സ്കൂട്ടി അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴേലുള്ളൊരു മഴയ്ക്ക് കാട്ടുന്ന വെറും ആലഭാരങ്ങളാണ്. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തം മഴയിൽ തന്നെയാവും. വണ്ടിയോളെ കാര്യം പിന്നെ പോട്ടേക്കാം, എന്താ വെച്ചാൽ മഴയും വെയിലും കൊള്ളാണ്ട് നിർവാഹമില്ലല്ലോ. എൻ്റെ കെട്ടിയോൻ്റെ ഫോണിൻ്റെ അവസ്ഥയൊക്കെ നോക്കൂ. മഴ വെച്ച് മഴ, വെയിലാച്ച് വെയിൽ, പൊടിയും പുകയിച്ചാൽ അതെല്ലാം കൊണ്ട് അവിടെ കിടക്കണം കേട്ടോ. അത് കേടരാതിരുന്നാൽ ഞങ്ങളുടെ മഹാഭാഗ്യം, കേട് എന്ന് കഴിഞ്ഞാൽ അത് കൊണ്ട് നേരേക്ക്. അതാണ് മൂപ്പരുടെ ഒരു പോളിസി. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ കെട്ടിയോ എനിക്കിപ്പോൾ നല്ല ഫോണൊക്കെ മേടിച്ചു തന്നത് നമ്മൾ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ഏട്ടൻ നല്ല ഫോൺ മേടിക്കും, അരക്കി തരും, എന്നിട്ട് അത്ര നാളെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ ഏട്ടനെടുക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും കുറേ പേര് കരുതും അയാൾ കഷ്ടപ്പെട്ട് നല്ലതൊക്കെ വാങ്ങിയിട്ട് അവൾക്ക് കൊടുക്കണു, അവൾക്ക് എന്ത് സുഖമാണ്, പഴതൊന്നും ഉപയോഗിക്കണ്ടല്ലോ, എന്നിട്ട് ആ മനുഷ്യൻ അതും കൊടുക്കണം. അല്ലാത്ത സാധനം തന്നെ, അങ്ങനത്തെ സാധനം ഇങ്ങനത്തെ സാധനം പറഞ്ഞ് എന്നെ ഇനി വേണ്ടോളം ചീത്ത വിളിച്ചോളും എല്ലാവരും. ഇത് ഞാൻ വാശി പിടിച്ച് എനിക്ക് നല്ലത് വേണം, നിങ്ങൾ പഴതെടുത്തോളൊന്നും പറയണതോ ചെയ്യണതോ അല്ല. ഏട്ടനെ പണിക്കൊക്കെ പോകുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ എനിക്ക് ഉപയോഗിച്ച് പഴതാണെങ്കിലും ഇനിയിപ്പോൾ അത് ഇത്തിരി കേടുവന്നാലും കുഴപ്പമില്ലല്ലോ. പുതുതായിട്ട് കൊണ്ടുവന്ന പെട്ടെന്ന് നാശാക്കാൻ വയ്ക്കണില്ല, മനസ്സും വയ്ക്കണില്ല. അമ്മാര് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങനത്തെ ഓരോന്നൊക്കെ നമ്മൾ സ്വന്തമാക്കണത്. അക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ. പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള വിവോ ഫോണായിട്ട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ക്ലിയറും ഒക്കെയുള്ള ഫോണാണ്. ഈ പറഞ്ഞുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവണമെന്ന് തീരുമാനിച്ചൊരു സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് ഒട്ടും ക്ലിയറും ക്ലാരിറ്റി ഉള്ളതായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് 5,000 ഉറുപ്പ്യൊക്കെ കൊടുത്തിട്ട് ബാക്കി അടവിന് മേടിച്ചാണ് നമ്മുടെ വിവോ. അന്ന് അതിന് 22,500 23 അങ്ങനെ എങ്ങാനുമാണ് പൈസ ആയത്. നമ്മളെ സംബന്ധിച്ചത് വലിയൊരു പൈസയാണ് കേട്ടോ. പക്ഷേ ആ ഒരു ഫോൺ ഇതുവരേക്കും ഒരു കേടുപാടും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ഫോണിൽ വീഡിയോസ് എടുത്തിട്ട് തന്നെയാണ് നമ്മളെ ഇൻസ്റ്റാ പേജ് ആണെങ്കിലും ശരി, നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ശരി, ഈ ഒരു ലെവൽ വരെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ട് അത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ മേടിച്ച ഫോണല്ലേ. അതിനേക്കാളപ്പുറം ഈ പറഞ്ഞും കൂട്ട് മാസം അടവടച്ച് സ്വന്താക്കിയതാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോ മാസത്തെ അടവ് കൃത്യം അടഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയാലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഈ ലോണിൻ്റെയും കാര്യങ്ങളുടെ ഇടയിൽ കൂടെ എത്തിച്ചും തട്ടിച്ചും നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് അത് നഷ്ടപ്പെടുക കേടുവരുമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ പനിക്കും നമ്മളെമാരിയുള്ള സാധാരണ ആൾക്കാർക്ക്. അതുകൊണ്ടൊക്കെ തോന്നുന്നു അതിപ്പോൾ തൽക്കാലയ്ക്ക് വേണ്ട, അപ്പം ഞാൻ ഉപയോഗിക്കണ മതി, ഞാൻ കേട് വരുമ്പോൾ ആലോചിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നാക്കം നിന്നേട്ടോ. ഈ ഏട്ടന് 2 സിമ്മുണ്ട്, അപ്പോൾ അതിൽ ഒരു സിമ്മായിൽ ഇട്ടെണ്ണാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ അതെടുക്കാമല്ലോ. ഈ പറഞ്ഞേം കൂട്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ മേടിച്ച ഫോൺ എടുക്കും എഡിറ്റിങ്ങിനും ഒക്കെ ആയിട്ട്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഫോൺ വിളിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ
നമ്മൾ വിവോ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുണ്ടോ ഇപ്പം ഞാൻ ഫോൺ വിളിച്ച് നടക്കുകയാണ്. ഞാൻ മേടിച്ച പുതിയ ഫോണും വെച്ചിട്ട് ഇമാതിരി പരിപാടികളൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അതിൽ എത്രത്തോളം നേരം ചാർജ് നിൽക്കും, അതുപോലെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കോളൊന്നും ഉണ്ടാവില്ല. അത് മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കൽ. ഇതുപോലെ തന്നെ എൻ്റെ ഫോൺ വിളി മറ്റാവശ്യങ്ങൾക്കൊക്കെ ഞാൻ എൻ്റെ വിവോ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ്, അമ്മയ്ക്കും ചേച്ചിക്കും ആൻറ്റിക്കും ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഫോൺ വിളിക്കുക. പണികളെടുക്കുന്നതിൻ്റെ ഇടയിൽ അടിച്ചു വരുമ്പോൾ ഒരു കയ്യിൽ ചൂല് ഒരു കയ്യിൽ ഫോൺ. അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയം കൊണ്ട് ഫോൺ വിളിയും കഴിയും, ബാക്കിയുള്ള സമയം നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ ബിസി ആവുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വഴുതന ഉപ്പേരി ഉണ്ടാക്കുക. ഏട്ടൻ ടൗണിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് ഇറങ്ങിയപ്പോൾ ഞാനവിടെ അടിച്ചു വരുന്ന കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു ഇടി കഴിക്കാൻ എന്താളിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നുമില്ല വെറും കൂട്ടാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേണ്ട വന്നിട്ട് കഴിക്കാറുണ്ട്. വിശന്നിട്ട് അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഒരു വിഷമല്ല. അപ്പോൾ ഞാൻ വഴുതന ഉണ്ട് ഉപ്പേരിയൊക്കെ വേണേൽ കഴിച്ച് പൊക്കോന്ന് പറഞ്ഞു. വഴുതന ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനെന്താ വഴുതനയൊക്കെ നുറുക്കി നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് പച്ചമുളകൊക്കെ വഴറ്റി അതിലോട്ട് വഴുതന നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 2 അല്ലി വെളുത്തുള്ളിയും ചാച്ചരും അത്ര തന്നെ. വഴുതനപ്പേരി റെഡി. വഴുതനപ്പേരി എങ്ങനെ വയ്ക്കാലും ഏട്ടന് വയ്ക്കുകയാണ് ഇഷ്ടം. ആദ്യത്തിന് ഒരു 2 കഷ്ണം അച്ചുട്ടൻ തൊട്ട് വെക്കില്ല. പിന്നെ നമ്മുടെ അടിപൊളി സംഭവം കയ്യിലുണ്ട്. നല്ല പെൻച്ച മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത്തിരി കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് കറി വന്നിട്ട് മോര് കാച്ചിയാണേ, തേങ്ങയൊക്കെ അരച്ച് മോര് കാച്ചൂലേ അങ്ങനെ. അപ്പോൾ 3ഉം കൂടെ ചോറിന് നല്ലൊരു കോമ്പിനേഷനായിരിക്കും. മോര് കാച്ചിയതും മത്തി വറുത്തതും വഴുതന ഉപ്പേരിയും. അപ്പം അതെല്ലാം ആക്കിയിട്ട് ഏട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ നിന്ന് പെയ്തതിൻ്റെ ഒരു കുഞ്ഞി തണുപ്പൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അലഭാരങ്ങളൊക്കെ എൻ്റെ കെട്ടിയോൻ പറയുമായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് മീൻകറി ഉണ്ടാക്കുകയാണേ. ഇത് നമുക്ക് ഇപ്പം കഴിക്കാനല്ല, നമ്മൾ 4 പേരും മോരാച്ചി കൂട്ടിയിട്ട് തന്നെയാണ് ഊണ് കഴിച്ചത്. ഇത് നമ്മൾ വറുത്ത മത്തിയുടെ ബാക്കി പെൻച്ച മത്തി ഉണ്ടായിരുന്നു, അതിട്ടിട്ട് കുറച്ച് മത്തിക്കറി ഉണ്ടാക്കിയൊക്കെയാണ്. നമ്മളിതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈശ്വരമംഗലത്ത് പോകണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം രാവിലെ അമ്പലത്തിൽ പോയൊരു 10 മണിയൊക്കെ ആയി വീട്ടിലെത്തിയിട്ട് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന റിസ്ക് അല്ലേ. അപ്പോൾ ഞാൻ അരി തിളപ്പിച്ച് വെച്ചു തെർമോ കുക്കറിൽ. അതുപോലെ മത്തി ഇതുപോലെ തേങ്ങ അരച്ച് കറിയാക്കി. മത്തിത്തല എൻ്റെ പിങ്കൂസിന് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചു. ഇനി നമുക്കൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന 2 സെറ്റ് ചോപ്പറാണ് കാണിക്കാൻ പോണത്. കഴിഞ്ഞ എൻ്റെ വ്ളോഗുകൾ കണ്ടവർക്ക് അറിയാം എൻ്റെ ചോപ്പർ അച്ചൂട്ടിനും ആദ്യം കൂടെ വലിച്ച് പൊട്ടിച്ച് നാശാക്കിയല്ലോ. എനിക്കാണെങ്കിൽ ഈ ചോപ്പർ ഇല്ലാണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ. എന്താ വെച്ചാൽ ഇതുണ്ടെങ്കിൽ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി ആണെങ്കിലും അതുപോലെ ഉള്ളി അരിയാനൊക്കെ എന്തൊരു സുഖമാണെന്ന് അറിയോ. അപ്പോൾ ഞാനിതാ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഈ വലുത് എനിക്കും ചെറുത് അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ അച്ചി മാത്രമല്ല അവിടെ ഉള്ളൂ, അവർക്ക് ഇതുപോലെ കുഞ്ഞ് ചോപ്പറൊക്കെ മതിയല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓഫറിൽ തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ 2 ചോപ്പറും കൂടെ 189 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓഫറിൽ. അപ്പോൾ വേണമെങ്കിൽ മീഷോയിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അല്ലാതെ എന്തെങ്കിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ചോപ്പർ ഉപയോഗിക്കാം, കുറച്ച് സാധനങ്ങൾ ചോപ്പ് ചെയ്യണമെങ്കിൽ ചെറുത് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ നാളത്തേക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ കമ്മലുകൾ ഏതേതിടണം എന്നുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ തീർത്തും കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് അതുപോലെ നല്ല രീതിക്ക് അയണമൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഞൊറിയൊക്കെ എടുത്തേക്കാന്ന് ഓർത്തു. പെട്ടെന്ന് പോവാമല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാനൊരു തിരക്കില്ല, അവിടെ എത്തി അവിടുന്ന് തിരിച്ച് വരാനാണ് തിരക്ക് കേട്ടോ. വല്ല ട്രിപ്പും വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടുന്ന് ഇവിടെ എത്തോളം എന്ത് കിട്ടിയും ചെറുപറ പറയും ട്രിപ്പ് പോയല്ലോ, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ട്രിപ്പ് എടുക്കാൻ മെഴുകൂലോ അങ്ങനെയൊക്കെ. നാളെ നീ മഴയോ അച്ഛ കുപ്പാടാത്തോണ്ട് കാട്ടിനൊക്കെ ചുക്കളായിട്ട് അടച്ചിട്ടുണ്ടാവോ. നീങ്ങെടുത്തിട്ടോ, നീങ്ങ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നാളെ രാവിലെ ഞാനും ഏട്ടനും കൂടെ ഈശ്വരമംഗലം ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. ഞാനും കൂടി പോകുന്നുണ്ട്. ഇത് ഈച്ചാലല്ലേ ഉള്ളൂ. സംഭവം എന്താ അറിയോ, ആ ചൂട്ടന് പിറ്റേ ദിവസം പരീക്ഷ ഉണ്ട്, എന്തായാലും കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഈ പറഞ്ഞ കൂട്ട് സ്കൂട്ടിയിലുമാണ്. അപ്പോൾ നമുക്ക് 2 കൂടെ പോയിട്ട് വരാനുള്ളൊരു സൗകര്യമല്ലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് പോകാൻ നിൽക്കണ്ടേ. അപ്പം ഇനി സ്കൂളൊക്കെ പൂട്ടുകയാണല്ലോ, എന്നിട്ട് 2 കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്മതിപ്പിച്ച് വെച്ചേക്കായിരുന്നു. എന്നാലും ഞാൻ നാളത്തേക്കുള്ള ഒരുക്കങ്ങളും കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ അവൻ ഇത്തിരി കുനിഷ്ടമൊക്കെ വരികയാണ് കേട്ടോ. ഒന്ന് പോയിരുന്നു പഠിക്ക് ചെക്കാൻ, നിൻ്റെ ബ്രേക്ക് ടൈം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അലമുറയിടുന്നുണ്ട്. ഞാൻ തൊള്ളിട്ട് ചീത്ത അറിഞ്ഞാൽ അവൻ വേഗം ബുക്കിൻ്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അരിച്ചു വരെ. എനിക്കാണെങ്കിൽ ആകെ മൊത്തം ചൂടെടുത്തിട്ടൊക്കെ പ്രാന്ത് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇത്രയും മതി, ബാക്കിയൊക്കെ രാവിലെ ഞങ്ങൾ വലിച്ചു വാരി ചുറ്റാന്ന്. അങ്ങനെ എൻ്റെ സാരി ഞൊറിയിടിക്കലും കാര്യങ്ങളെല്ലാം തീർത്തതാ ഞാൻ ഈ ഒരു അഴയിൽ അത് മെല്ലെ അങ്ങ് തൂക്കിയിടുകയാണേ.
ഞാനിങ്ങനെ ഞൊറിയൊക്കെ എടുത്ത് മടക്കി തൂക്കിയിടുമ്പോൾ നിങ്ങളോർക്കും ഓ നല്ല രീതിയിൽ സാരിയൊക്കെ കൊടുക്കാൻ അറിയാമായിരിക്കുമെന്ന്. ഒക്കെ വെറുതെയാണ് കേട്ടോ, വെറും കാട്ടിക്കൂട്ടലാണ്. ഈ അലവാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പിറ്റേ ദിവസം ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് ഈ ഒരു അറ്റയെങ്കിലും ഞൊറി എടുത്ത് വെച്ചാൽ രാവിലെ സാരി എടുക്കുമ്പോൾ ഇത്തിരി എളുപ്പമാണെന്നൊരു ധാരണയാണ്. അതുപോലെ എനിക്ക് നല്ല രീതിയിൽ സാരി എടുക്കാൻ അറിയില്ലെങ്കിലും ഞാൻ നല്ലൊരു സാരി ഉടുപ്പുകാരിയാണ് എന്നൊക്കെയാണ് എൻ്റെ ചുറ്റുമുള്ള കുറച്ച് എൻ്റെ സ്വന്തക്കാരുടെയൊക്കെ വിചാരം. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സാരി ടച്ചപ്പ് ചെയ്യാൻ എൻ്റെ അടുത്ത് വരാറ്. കാരണം അവർക്ക് എൻ്റെ അത്രയും സാരി എടുക്കാൻ അറിയില്ല, അതാണ് കേട്ടോ. അതല്ലാണ്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സാരി എടുക്കുന്നത് കൊണ്ടല്ലേ. ഞാനോർത്തു തുണികൾ ഇനിയിപ്പോൾ മേലഴുകി കിടക്കാൻ നേരത്ത് മടക്കാമെന്നൊക്കെ. പിന്നെ എനിക്ക് എൻ്റെ സ്വഭാവം നല്ല രീതിക്ക് അറിയാം. ഞാൻ കിടക്കാൻ നേരത്ത് ചിലപ്പോൾ കരുതും ഇതിങ്ങിപ്പോൾ നാളത്തെയും കൂടി ചേർത്താടും മടക്കാണ്ട് അതൊരു മുക്കിക്കോ ഉന്തിയേക്കോ, പിന്നെ നാളത്തെയും ഇരട്ടിയാവില്ല, പിന്നെ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനേ തോന്നില്ല. അപ്പോൾ പിന്നെ കയ്യോട് അതൊക്കെ ഇങ്ങനെ മടക്കി കൂട്ടുകയാണ്. ഇടയിൽ എൻ്റെ അച്ചൂസ് വന്നപ്പോൾ രണ്ടാളെയും നല്ല ഡ്രസ്സൊക്കെ തോളിലിട്ട് കൊടുത്തു. ഓനോട് പോയിട്ട് അലമാരയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഓനെ പറഞ്ഞയച്ചു. ഏട്ടന് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ ഞാൻ അഴയിൽ വെച്ചിട്ടുണ്ട്, അത് അയൺ ചെയ്തിട്ടില്ല. പറ്റിയതിൽ കിടക്കണതിൻ്റെ മുന്നേ ചെയ്യും, അല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യും. അങ്ങനെയൊക്കെ തീരുമാനിച്ചു കേട്ടോ. 2-3 പ്രാവശ്യം ഇപ്പോൾ എവിടേക്കൊക്കെ പോയപ്പോൾ വെള്ളം മുണ്ടോളം എടുക്കുകയുണ്ടായി. അപ്പോൾ 2-3 മുണ്ടും ഞാനിങ്ങനെ അഴയിൽ പരത്തിയിട്ടാണ്. അപ്പോൾ ഒന്നിച്ച് ഇന്ന് രാവിലെ തിരുമ്പെടുത്ത് സ്റ്റിഫാൻ ഷൈനൊക്കെ മുക്കി വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായി. എവിടെയെങ്കിലും പോകുമ്പോൾ ആലഭാരം കൂട്ടണ്ടല്ലോ. ഇടയിൽ എൻ്റെ കെട്ടിയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടനിപ്പോൾ വന്നിരിക്കുന്നത് ഇതിനാണ്, മുണ്ടൂരി തിരികാനായിട്ട്. അവിടെ ഞാൻ നല്ല തുണി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ലേ എന്നുള്ള നോട്ടങ്ങളൊന്നും അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അയാളെ നേരെയൊക്കെ എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ഏട്ടൻ പോകുന്ന പാട്ട് ഞാനും പോവുക, അത്രേ പറ്റുള്ളൂ. ഞാനെന്തായാലും ഏട്ടൻ്റെ ഷർട്ടുകളൊക്കെ ഹാങ്കറിൽ തൂക്കി തിരുമ്പാനുള്ള തുണിയും ഏട്ടൻ്റെ അയൺ ചെയ്യാനുള്ളതും ഒക്കെ എടുത്തിട്ട് ഇതാ റൂമിൻ്റെ പുറത്തോട്ട് പോയി. ഇത് നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന അന്ന് അതിരാവിലെ എടുത്ത വീഡിയോ ആണ്. സാരിയൊക്കെ ചുറ്റുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഏകദേശം എൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ ചെന്ന് വിളിച്ചു വിട്ടേട്ടെ, ഞാൻ സാരിയും കൂടെ ചുറ്റാൻ പോവാണ്, വേണിക്ക് എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയി വന്നിട്ട് ഏട്ടന് ട്രിപ്പിനും പോവാമല്ലോ എന്ന്. അപ്പോൾ ഉറക്കച്ചപ്പിൽ എൻ്റെ കെട്ടിയോ എന്നോട് ചോദിക്കുകയാണ് ഏത് അമ്പലത്തേക്ക്, അമ്പലത്തേക്ക് പോവേ ഇന്ന് ട്രിപ്പ് ഉണ്ടേന്ന്. ഞാൻ നിങ്ങളടുത്ത് ഇന്നലെ പറഞ്ഞില്ലേ മനസ്സ് ചോദിച്ചപ്പോൾ എൻ്റെ കെട്ടിയോൻ പറയുകയാണ് എപ്പോഴാണ് പറഞ്ഞേ ഞാൻ ഓർക്കണില്ലല്ലോ. അപ്പയ്ക്ക് വന്ന തലപ്രാന്തുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഈ അവസ്ഥയ്ക്ക് ആദ്യമായിട്ടൊന്നല്ല, അതിൻ്റെ മുന്നേ ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാനും സംസാരിക്കാനും ഒന്നും നിന്നില്ല. ഏട്ടനുണ്ടല്ലോ വൈകുന്നേരം വന്നിട്ട് ഫോണിലൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കുകയോ വീഡിയോസ് കണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയിൽ ചെന്നിട്ട് പറയും നമുക്ക് നാളെ അയ്യപ്പങ്കാവ് പോവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അപ്പോൾ ഏട്ടൻ പറയാം എന്നാൽ രാവിലെ നേരത്തെ പോവല്ലേ. അപ്പോഴും പറയും അപ്പം ഞാനും അതും കരുതി പിറ്റേ ദിവസം അതിൻ്റെതായ അലഭാരത്തിലൊക്കെ നിൽക്കും. എന്നിട്ട് രാവിലെ ചെന്ന് ഞാൻ പുറപ്പെട്ട് വിളിക്കുമ്പോൾ ഏട്ടൻ പറയും എടി ഞാൻ നല്ല വർത്താനത്തിൻ്റെ ഇടയിൽ ഈ ചോദിച്ചത് കേട്ടിട്ടേ ഇല്ലയെന്ന്. എന്താ അതിനൊക്കെ ഞാൻ മറുപടി പറയാം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. എന്നാലും പിറ്റേ ദിവസം തിരക്കൊന്നും ഇല്ലെങ്കിൽ അന്ന് പുറപ്പെടും പോവാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഏറ്റവും എന്തോ പണിയുണ്ട് അത്രേ, കിണർ പണിയൊക്കെയാണ് തോന്നുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഒഴിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഏട്ടൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കരുത്, അപ്പം എൻ്റെ സ്വഭാവം ഇതാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും ഞാൻ പുറപ്പെട്ടാണ്, ബാക്കി പണികളെല്ലാം ഒരുക്കുകയാണ്. എന്നാൽ അമ്പലത്തേക്ക് പോക്ക് എന്തായാലും മാറ്റണില്ല അച്ചു. പക്ഷേ ഈശ്വരമംഗലം എന്നുള്ളത് അയ്യപ്പങ്കാവ് ആക്കിയിട്ടോ. ഈശ്വരമംഗലത്തേക്ക് ഞാനും ആദ്യം കൂടെ ബസ്സിന് പോയിട്ട് വരുമ്പോൾ ഒരുപാട് വഴുകും. അപ്പം പിന്നെ അച്ചൂസിനെ പരീക്ഷയ്ക്കൊക്കെ പുറപ്പെടുപ്പിച്ചിട്ടേ ഞാനും ആദ്യം കൂടെ അങ്ങനെ പോയി തൊഴുതിട്ട് വരാമെന്ന് കരുതിയിട്ട് എന്തായാലും അമ്പലത്തേക്ക് അയച്ചിട്ട് ആലഭാരം കൂട്ടിയല്ലേ. പിന്നെ അയ്യപ്പങ്കാവ് പോയി തൊഴുതിട്ട് ഇപ്പോൾ കുറേ ആവുകയും ചെയ്തായിരുന്നു. നമ്മൾ പുത്തനക്കാവിലാണ് പടയിച്ച് 1-2 പ്രാവശ്യം പോയത്, പിന്നെ മുണ്ടക്കോടൊക്കെ അല്ലേ പോയുള്ളൂ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയി. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നേരത്തെ ട്രിപ്പിന് പോകണം എന്നുള്ളത് വാസ്തവം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പുറപ്പെടൽ കഴിയണതിൻ്റെ മുന്നേ പറഞ്ഞേം കൂട്ട് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് മണ്ഡപത്തിൽ പോയി വിളക്ക് വെച്ച് അങ്ങനെ പണിക്കും പോയിട്ടുണ്ട്. അച്ഛന് ടിഫനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ പരീക്ഷയ്ക്ക് പോകാനുള്ള പാകമൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. സമയമായ മൂപ്പര് പൊക്കോളും. അപ്പം നമ്മളെന്തായാലും പുറപ്പെട്ടു ഓക്കെ അല്ലേ. പിന്നെ അയ്യപ്പൻ കാവ്യക്കാകുമ്പോൾ രാവിലെ ഇത്തിരി സമയം ഉണ്ടാവും എന്തായാലും. അപ്പം നമ്മൾ തറവാട്ടിലും കൂടെ പോയി തൊഴുത് തറവാടിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ ഉണ്ടല്ലോ. ഒത്തിരി പേര് നമ്മളെടുത്ത് ഇൻസ്റ്റയിലും ഷോർട്സിലൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഷൂട്ടിംഗ് പ്ലേസ്, അടിപൊളിയാണല്ലോ, നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നും പറ്റില്ല എന്ന്, നമ്മുടെ വീടും ഭാഗങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം നമുക്ക് മാത്രം ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഏരിയകളാണ് കേട്ടോ. പിന്നെ അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങോട്ട് നോക്കിയൊക്കെ ഈ അയ്യപ്പൻകാവിൻ്റെ ചുറ്റുമുണ്ട്, നല്ല ഭംഗിയുള്ള സൂപ്പർ ഫോട്ടോസ് എടുക്കാം.
ശരിക്കും അഗ്രഹാരത്തിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കില്ല, അങ്ങനെ തന്നെ പറയാന്ന് വിചാരിക്കണു. അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും നമുക്ക് ഈ അയ്യപ്പൻകാവിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ള എൻട്രിയിൽ വെച്ചിട്ട്. കാരണം അവിടെ ഉള്ള ആ വീടുകളും പിന്നെ ആ വഴിയും ഒക്കെ അതേ കൂട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ അതൊക്കെ ഓക്കെ. എനിക്ക് ഇത്തവണ അയ്യപ്പൻകാവിൽ നല്ല രീതിയിൽ അബദ്ധം പറ്റി. ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ അമ്പലക്കുളത്തേക്ക് ചെരുപ്പിട്ടിട്ട് ഇറങ്ങി, ഓർമ്മല്ലാണ്ട ചീത്തയാണ് കേട്ടോ. ഒത്തിരി പേര് കമൻറ്റിൽ തന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭഗവാന്റെ അടുത്ത് ഞാൻ അപ്പം തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മ വന്നേ പാട്. കണ്ട കാലമില്ലാത്തൊരു ശീലം കാട്ടിയാണ് ഞാൻ. അപ്പോൾ അതിന് ഭഗവാൻ ക്ഷമിച്ചിട്ടുണ്ടാവുമെന്ന് കരുതണം. ഈ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ച് വയ്ക്കുക. ഇനി മേലാൽ ഞാൻ ഒന്നും ആവർത്തിക്കൂലേ. എന്തിപ്പോൾ ചെയ്യുക, അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിലൊരു മനോവിഷമം മാത്രമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടല്ലേ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ പോയിട്ട് ലൈറ്റായിട്ട് ഒന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. ഇത് ഉച്ചിറങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. പിങ്കു ചുണ്ടുമണിയായിട്ട് വായിട്ടാ തുറക്കണ്ട. ബൈ ടാറ്റ ബൈ ബൈ. ചെറോന്റെ കുട്ടീനെ വരുമ്പോ എങ്ങനെയാവുന്നാവോ. മോനെ പുരുകം വെട്ടിട്ട് എവിടെ പുരുകം അതിന്റെ അഡ്രസ് ഞങ്ങള് വാട്സപ്പ് ചെയ്ത് തരാം. അച്ഛക്ക് ദേഷ്യം വരുമെന്ന് പറയാൻ കാരണമുണ്ടേ. ഉച്ചരയോളം പണിയെടുത്തിട്ട് ഉച്ചരിഞ്ഞിട്ട് ഇതിന് പോയി കഴിഞ്ഞാൽ അവിടെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കൂലല്ലോ. പക്ഷെ പിങ്കൂസിനെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോ വിളിച്ച് പോകണം. അപ്പം അത്രയും നേരമൊക്കെ വണ്ടി നിർത്തിയിരുന്നതും ബുദ്ധിമുട്ടല്ലേ. ആ കണക്കൊണ്ടാണ് ഞാൻ ഏട്ടനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് കേട്ടോ. പെൺകുട്ടിയുടെ തടിയും മുടിയൊക്കെ നല്ലോണം വളർന്ന് അത്യാവശ്യം നല്ല രീതിക്ക് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് അത് വെട്ടി ഒതുക്കണം എന്ന് കുറേ കാലമായിട്ടുള്ള ഒരു ധാരണയാണ്. അത് ചെയ്യാൻ കൂടിയിട്ടില്ല. അപ്പോൾ അച്ഛനും അതിനൊക്കെ പോയി ഞാനൊരു 8 മണിക്ക് വിളിച്ചു നോക്കിയപ്പോഴും അവിടെ കഴിയണേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം എനിക്ക് എൻ്റെ പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് പെൺകുട്ടി അല്ല എന്ന് പറയും. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ അവളിരിക്കുന്നത്. ഒരു കുഞ്ഞ് ആടുകുട്ടി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ ഓല് വരണ നേരെ കൊണ്ട് നമുക്ക് കുറച്ച് ചക്കക്കൂട്ടാനാട് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഞാൻ ചക്കയൊക്കെ കൊത്തി അരിയാണ് കേട്ടോ. ഈ ഒരു ഭാഗം വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ അച്ചൂസാണ് കേട്ടോ. അച്ചൂസ് നല്ലൊരു വീഡിയോഗ്രാഫറാണ്. ആ കാര്യം എടുത്തെടുത്ത് പറയണോട്ട് അമ്മേന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രയല്ലേ ആയിട്ടുള്ളൂ. അവനെ കൊണ്ട് പറ്റുന്ന മാതിരി ഒക്കുന്ന മാതിരിയൊക്കെ അവൻ നല്ല ക്ലിയറിലും ക്ലാരിറ്റിയിലും കറക്റ്റ് ആംഗിളിലൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അധികം എഡിറ്റ് ചെയ്യൊന്നും വേണ്ട. എഡിറ്റിങ്ങും കൂടെ കൂട്ടിയാണ് മൂപ്പര് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചക്കയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലോട്ടുള്ള അരപ്പിന് തേങ്ങയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, എന്നാൽ പിന്നെ എളുപ്പമാവുമല്ലോ. ചക്കയൊക്കെ കൊത്തി അരിഞ്ഞത്, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് നമ്മൾ കുരുമുളകാണ് ഇടുക. അത് തേങ്ങയുടെ കൂട്ട് അരയ്ക്കല്ലേ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് അത് അങ്ങനെ കുക്കറിൽ അടച്ചു വെച്ചു. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കൊള്ളുമല്ലോ 2-3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ തേങ്ങ ആ ഒരു നേരെ കൊണ്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ട് ജീരകവും പിന്നെ എന്താക്കി 2 അല്ലി വെളുത്തുള്ളി ഇട്ടു. അത് നല്ലോണം ഒന്നങ്ങോട്ട് അരച്ചിട്ട് പിന്നെ കുരുമുളക് മണി ഇട്ടു. കുരുമുളക് ഇട്ടിട്ട് നല്ലോണം അരക്കില്ല കേട്ടോ, ഒന്നിങ്ങോട്ട് എന്താ പറയുക പൊട്ടിച്ചെടുക്കൂലേ, അങ്ങനെ ആക്കുള്ളേ. അപ്പം അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ചൂസിന് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ചക്കക്കൂട്ടാൻ മൂപ്പർക്ക് വലിയ പിടുത്തമല്ല. അപ്പോൾ കിഴങ്ങ് അവൻ തന്നെ നുറുക്കി തന്നെയാണ് ഇതുപോലെ. അപ്പോൾ അതങ്ങനെ വറുത്തിട്ട് അത് മാത്രം കൂട്ടിയാണ് അച്ചൂസ് ചോറ് കഴിച്ചിട്ടാ. അപ്പോഴത്തേക്കും ഏട്ടനും ആദ്യം പിങ്കൂസിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുക്കളപ്പണിക്ക് അവിടെ നിർത്തി ഓരോരുത്തേക്ക് ഓടി. എന്ത് ഇവിടേക്ക് എപ്പോഴും അടിച്ചൊരു തുറച്ചിട്ടാണല്ലോ. എന്താ 2000 ഡിസ്കൗണ്ട് ഒന്നുമില്ല അവിടെ? കുട്ടി എവിടെ? സ്വത്തേ സ്വന്തമണിയാടി കോലാതിക്ക് വിട്. ആദിക്ക് സൂചി വെച്ചില്ലേ? എന്റെ ഉണ്ണിയുടെ ലിസ്റ്റ് എവിടെ? അത് വേണക്കി ആ റൂം അടക്കി. പൊന്ന പുറത്തേക്ക് വേടാ. അതോ ഇതാരപ്പോ? അത് അടുക്കള പോലെ തുറന്നിട്ടിറങ്ങി പോ. ഇവിടെ വാ. സുന്ദരി പെണ്ണോ? ഇതിന്റെ പിങ്കു അല്ല, ഇതിന്റെ പിങ്കു അല്ലല്ലോ. മുടിയൊക്കെ കെട്ടിട്ട് ഇത് പാലാണ്.
ഇതിൻ്റെ തൊപ്പയുള്ള കുഞ്ഞ് പിങ്കൂസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഒരു കുഞ്ഞ് ആട്ടുകുട്ടി പോലെ ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് പറയുകയും ചെയ്തു, അവളെ മുറ്റത്തേക്കൊന്നും വിട്ടേക്കല്ലേ, 4 പുറം ആടുകളുള്ള വീടാണ്, അപ്പോൾ ഇതേ ആട്ടുകുട്ടിയാണോ എന്ന് കരുതിയിട്ട് അവളെ കൂട്ടിയിട്ട് പോവുള്ളൂ എന്നുള്ളത്. കാരണം ആ തൊപ്പ പോയി നോക്കുമ്പോൾ ഒട്ടുമില്ല, അത്രയും പരവശമാണ് ആളുടെ അവസ്ഥ. ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കണമൊക്കെയാണ് കേട്ടോ, പക്ഷെ എന്താ അറിയില്ല ഇങ്ങനെ തടി വെക്കാത്തത്. പക്ഷെ ഓര് പറഞ്ഞത്രേ അങ്ങനെ ഈ ഒരു ഫുഡ് തന്നെ കൊടുത്താൽ മതി, കാരണം ഈ നായ്ക്കളെയൊക്കെ വൃത്തിയാക്കുന്നിടത്ത് നായ്ക്കളുടെയൊക്കെ മേല് നല്ലോണം ചെള്ളും പേനും ഒക്കെ ഉണ്ടാവും അത്രേ. പക്ഷെ പിങ്കൂസിൻ്റെ മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വൃത്തിയും മേനയൊക്കെ ഉണ്ടായിരുന്നു. തൊപ്പയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലും കൂടെ. അപ്പോൾ നിങ്ങൾ എന്ത് ഫുഡാണോ കൊടുക്കണമെന്ന് വെച്ചാൽ അതെന്നെ കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്ത് ഫുഡ് കൊടുക്കാൻ, നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ അവൾക്ക് കൊടുക്കലുണ്ട്. കൂട്ടത്തിൽ പെഡിഗ്രി ഉണ്ടാവും ഒന്ന് മാത്രം, അത്രയേ ഉള്ളൂ. എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ കുട്ടിയുടെ മേല് ചെള്ളും പെയിനും ഒന്നും ഇല്ലല്ലോ, വൃത്തി മേനയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നെന്താ പണി കിട്ടിയെച്ചാൽ വേറൊരു കാര്യമാണ്. ആദ്യമേ അവളെന്നെ കൊണ്ടുപോകണതിൻ്റെ മുന്നേ ഈ കൊട്ടയ്ക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ട് പിടിയും വലിയും കൂടിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇവളെ കൊട്ടയിൽ ഇടുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവളൊരൊറ്റ ചാട്ടാ. അപ്പോൾ അവൻ്റെ കയ്യിൽ നഖം ഇത്തിരി ഒന്നും പോറി കേട്ടോ. മുറി പോലെ ഒന്നും ചോരയൊന്നും പൊട്ടിയില്ല, ചെറിയ തോതിൽ. പക്ഷേ പോറിയാലും ഇഞ്ചക്ഷൻ വെക്കണം, അത് നിർബന്ധമാണ്, അത് ഒഴിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്, നേരെ ഇത്ര ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ ചെർപ്പശ്ശേരി പോയി കഴിഞ്ഞാൽ സുജിയക്കിൽ നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യണം, ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊക്കോളൂ, എന്നാൽ ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഡോസ് കിട്ടുകയും ചെയ്യുമല്ലോ. എന്തായാലും അച്ഛനും മകനും പിങ്കൂസിനെ അവിടെ വൃത്തിയാക്കുന്ന നേരെ കൊണ്ട് പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2-3 മണിക്കൂർ പിടിക്കും നല്ല രീതിയിൽ ഇതുങ്ങളെ വൃത്തിയാക്കി ഇതുപോലെയൊക്കെ ആക്കാനായിട്ട്. ചെവിമത്തെ മുടി മൊത്തം വെട്ടിക്കളഞ്ഞാലോ എന്ന് അവർ പറഞ്ഞത്രേ. പക്ഷെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യരുതേ, മൊത്തം രോമോ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടീനെ കാണുമ്പോൾ ഇടങ്ങാറാവുള്ളൂ, 2 പുറം മുടി കെട്ടാൻ പാകത്തിന് അവളെ അങ്ങനെ വെട്ടിയാൽ മതിയെന്ന് കേട്ടോ. പിന്നെ എൻ്റെ പിങ്കൂസിൻ്റെ വക കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നല്ല ഫ്രഷായി വന്നിരിക്കുകയല്ലേ, അതിൻ്റെതായ കുറച്ച് പ്രഹസനങ്ങൾ കേട്ടോ. ഇടയിൽ ഞാൻ വന്നിട്ട് എൻ്റെ പണിയിലേക്ക് കടന്നെയാണ്. ചക്കക്കൂട്ടാനിൽ തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെല്ലാം അരച്ച് പാർന്ന് അത് കടുവൊക്കെ വറുത്തിട്ട് അങ്ങനെ ചക്കക്കൂട്ടാൻ റെഡിയാക്കി. ചക്കക്കൂട്ടാൻ്റെ മണം കേട്ടപ്പോൾ എൻ്റെ കെട്ടിയവൻ അവിടുന്ന് എടിയേ എവിടുന്ന് അപ്പോൾ ചക്ക കിട്ടിയേ, വേഗം ഒരു പ്ലേറ്റ് കൊണ്ടുവന്നേനും. ചക്കക്കൂട്ടാൻ ഫാനാണ് അയാൾ. അപ്പം ഞാൻ കുറച്ച് കട്ടനും ഉണ്ടാക്കി വെച്ചായിരുന്നു, കട്ടൻ ചായയും ചക്കക്കൂട്ടാനും അടിപൊളിയാവും. ആ ചക്കക്കൂട്ടാനിക്ക് കുറച്ച് മത്തിച്ചാറും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാവും. ഈ ഒരു രീതി ചക്കക്കൂട്ടാൻ കഴിക്കൽ ഇവിടെ ചെറുപ്പശ്ശേരി പതിവില്ല കേട്ടോ. ഇവിടെ വെറും ചക്കക്കൂട്ടാനാക്കിയിട്ട് അങ്ങനെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇറച്ചിച്ചാറും മീൻചാറും ഒക്കെ കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള കുഞ്ഞു വീഡിയോ ആയിരുന്നേ. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.